ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. നമ്മൾ രാവിലെ ടെറസിലേക്ക് വന്നപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. കുറഞ്ഞ വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി കാണുന്നത് നമ്മുടെ ശ്വേതയാണ്. ശ്വേത ഇത് ഒരുപാട് നാളായിട്ട് വെച്ചിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതുവരെ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. എപ്പോഴും ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് ശ്വേത കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ്. ഞാൻ 2 ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ കാദംബരിയാണ്. കാദംബരി ഞാൻ ട്യൂബർ എടുത്തിട്ട് മാറ്റി നട്ടതൊന്നുമില്ല, വെറുതെ അങ്ങനെ വെള്ളത്തിൽ വെച്ചതായിരുന്നു. ഇത് ബഡ് വന്നിട്ടുണ്ട് അല്ലേ. ഇത് നമ്മളുടെ കിരണ്യാണ്. കിരണ്യയും ഒരു അടിപൊളി വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്കിവിടെ ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇത് ബഡൊക്കെ നിൽക്കുന്നുണ്ട്. കിരണ്യ നമ്മുടെ ലോലോ എന്ന വെറൈറ്റിയുടെ ബഡാണ്. ഇപ്പോൾ പ്ലാന്റ് ഡോർമെൻ്റായി എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ബഡ് വരുന്നുണ്ട്. ഒരുപാട് പൂക്കൾ നമുക്കിവിടെ കിട്ടി. ലോലോയും ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്, വിയറ്റ്നാം വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ലില്ലിപ്പുട്ട് എന്ന വെറൈറ്റിയാണ്, പുതിയ വെറൈറ്റിയാണ്. നമുക്ക് 1-2 ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി ഇതാ ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു പിങ്ക് കളറുള്ള ഒരു ബൗൾ വെറൈറ്റിയാണ് ലില്ലിപ്പുട്ട്. ഇതാ ഇവിടെയും ബഡുണ്ട്. ഈ കാണുന്നത് ഗ്രീൻ പിസ്ത എന്ന വെറൈറ്റിയാണ്. ബഡ് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് ബഡൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത്. നല്ല വലിയ വെളുത്ത പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഗ്രീൻ പിസ്ത. ഇനിയും ബഡുണ്ട്. ഇവിടെയുണ്ടൊരു ബഡ്. നമ്മുടെ ഗോൾഡ് ആപ്പിൾ എന്ന വെറൈറ്റിയാണ്. ഫസ്റ്റ് ബഡാണിത്. ഇവിടെ ഒരു ബഡുണ്ട്. ചെറിയ പ്ലാന്റാണ്. പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡ് ഇപ്പോൾ ഇതളൊക്കെ കൊഴിയാറായിട്ട് കുറച്ച് ദിവസമായി ഇത് വിരിഞ്ഞിട്ട്. ഇനിയൊരു ബഡ് കൂടിയുണ്ട്. ഈ കാണുന്നത് പിങ്ക് കോറൽ എന്ന വെറൈറ്റിയാണ്. ഇതാ ഇവിടെ ഒരു ബഡുണ്ട്. ഇനിയും ബഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ട്യൂബറൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വന്ന റണ്ണർ ഇതുപോലെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ബഡാണ്. പിങ്ക് കോറലൊക്കെ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഗ്രീൻ റൈം എന്ന ഒരു മൈക്രോ ലോട്ടസ് ആണ്. ഗ്രീൻ കളർ ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ റൈം. വിരിയുന്ന ദിവസം ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡിലോട്ടും ചേഞ്ച് ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഗ്രീൻ റൈം. നിറയെ മുട്ടകൾ വരും, കണ്ടില്ലേ, ഒരുപാട് മുട്ടകളായിരിക്കും. ഒരു സമയം തന്നെ ഒരുപാട് പൂക്കൾ വിരിയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഗ്രീൻ റൈം. അടുത്തതായിട്ട് കാണിക്കുന്നത് മേഘ് എന്നൊരു വെറൈറ്റിയാണ്. ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് മേഘ്. എന്നാലും നല്ലതായിട്ട് പൂക്കൾ വരുന്നുണ്ട്. മഴയായതുകൊണ്ട് പൂക്കൾക്കൊന്നും അത്ര ഭംഗിയൊന്നുമില്ല. മഴവെള്ളം തട്ടിയിട്ട് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ഇന്നലെ ഇവിടെ. ഇത് കണ്ടോ, നന്നായിട്ട് മുട്ടുകൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് മേഘ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വൈറ്റ് അഗ്ലയാണ്. വൈറ്റ് അഗ്ലയുടെ ബഡാണിത്. ഇതിൽ മൊസൈക്ക് രോഗം ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന ലീഫൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത പ്ലാന്റിലേക്കൊക്കെ ഇത് പിടിച്ചു പോവും. അതിൽ ഇവിടെയൊക്കെ ബഡുകളുണ്ട്. വൈറ്റ് അഗില. അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് മയൂരിയുടെ ബഡാണെന്നാണ് തോന്നുന്നത്. ടബിൽ പേര് എഴുതി വെച്ചിട്ടില്ല. ഫ്ലവർ വിരിയുമ്പോൾ അറിയ ബഡൊക്കെ കണ്ടിട്ട് ഏകദേശം അതുപോലെയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒരു ബഡുണ്ട്.
ഫ്ലവർ വിരിയുമ്പോൾ നോക്കാമെന്ന് കരുതി. അടുത്തതായിട്ട് കാണിക്കുന്നത് മൽഹാർ എന്നൊരു വെറൈറ്റിയാണ്. മൽഹാർ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. ഇവിടെയും ബഡ്ഡുണ്ട്. നല്ല വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് മൽഹാർ. ധാരാളം മുട്ടുകൾ വന്നിട്ടുണ്ട്. ഫ്ലവറൊക്കെ വിരിയുമ്പോൾ ഷോർട്ട്സൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇത് അമേലിയ എന്ന വെറൈറ്റിയുടെ ലാസ്റ്റ് ഫ്ലവറാണ്. ഫ്ലവർ ഇപ്പോൾ കൊഴിഞ്ഞു പോയി, ട്യൂബറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വേറെ ബഡൊന്നും കാണുന്നില്ല. ട്യൂബറൊക്കെ ആകുമ്പോൾ ഞാൻ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മുടെ നിത്യകല്യാണിയുടെ ഡബ്ബാണ്. ഈ ഒരു ബഡ് കൂടിയാണ് കാണുന്നത്, വേറെ ബഡൊന്നും കാണുന്നില്ല. ഒരുപാട് പൂക്കൾ കിട്ടിയ ഒരു വെറൈറ്റിയാണ് നിത്യകല്യാണി. അടുത്തതായിട്ട് കാണുന്നത് ഈ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്ന സുന്ദരിയുടെ പേര് അനഹട്ട എന്നാണ്. അനഹട്ട നല്ല ഭംഗിയാണ്. ഒരു ഗ്രീൻ ഷെയ്ഡിലോട്ട് കളർ ചേഞ്ച് ആവുന്ന ഒരു വെറൈറ്റിയാണ്. ഗ്രീനും വൈറ്റും അതുപോലെ ഒരു ലൈറ്റ് പിങ്കൊക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു കളറാണ് അനഹട്ടയുടേത്. ലാസ്റ്റ് ഫ്ലവറാണ്, വേറെ ബഡൊന്നും കാണുന്നില്ല. അടുത്തതായിട്ട് കാണിക്കുന്നത് ശോഭയാണ്. ശോഭ ഒരു പുതിയ വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ അടുത്ത് സെയിലിനിട്ടൊരു വെറൈറ്റിയാണ്. ധാരാളം മുട്ടുകൾ വരുന്നുണ്ട്. 1-2 മുട്ടൊക്കെ നമുക്ക് കരിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ബഡുണ്ട്. നല്ല പെറ്റൽ കൗണ്ടുള്ളൊരു വെറൈറ്റിയാണ് ശോഭ. നമ്മോയുടെ ബഡാണ്. ഒരു ബഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നല്ല ഭംഗിയാണ് നമ്മോയുടെ ഫ്ലവർ കാണാൻ. നല്ല കളറുള്ള നല്ല പെറ്റൽ കൗണ്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മോ. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സ്വന്തം ഹൈബ്രിഡായ സാൻഡ്ല എന്ന വെറൈറ്റിയാണ്. ഇതുകൊണ്ടിൽ ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണിത്. പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം നട്ട മണ്ണിലേക്ക് തന്നെ താഴ്ത്തി വെച്ച് കൊടുത്തതാണ് ട്യൂബേഴ്സൊക്കെ എടുത്തതിന് ശേഷം. നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റി ആയിരുന്നു സാൻഡ്ല. അടുത്തതായിട്ട് കാണുന്ന വെറൈറ്റി ദക്ഷയാണ്. ദക്ഷയും ഒരു സമയം ഒന്നിലധികം ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഒരുപാട് പൂക്കൾ ഇവിടെ കിട്ടിയ ഒരു വെറൈറ്റിയാണ് ദക്ഷ. ഇനിയും ഇതാ ബഡുകളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ലിൻട്രാക്ക്. ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ധാരാളം മുട്ടകളുണ്ട്. ഒരു അടിപൊളി വെറൈറ്റിയാണ് ലിൻട്രാക്ക്. നമ്മുടെ ഡോറയുടെ ബഡാണ്. പുതിയൊരു ബഡ് വരുന്നതാണ്. ആയിട്ട് കാണുന്നത് യെല്ലോ ഫ്ലെയിം എന്നൊരു വെറൈറ്റിയാണ്. യെല്ലോ ഫ്ലെയിമും നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് പ്ലാന്റ് അധികം മെച്യൂർ ആയില്ല, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മുട്ടകളാണ് ഇപ്പോൾ ഉള്ളത്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, വരുന്ന ഓരോ ലീഫിൻ്റെ കൂടെയും ബഡുകളുണ്ട്. ചെറിയ പ്ലാന്റാണ്. റണ്ണർ ശരിക്കും അങ്ങോട്ട് ഓടി റെഡി ആയിട്ടില്ല, എന്നാലും ഒരുപാട് മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക്. ഈ കാണുന്നത് നമ്മുടെ പൾസ് ഫീലിംഗ് ആണ്. ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ വിരിയുന്ന ദിവസത്തെ കളറ് നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടാവില്ല. പൾസ് ഫീലിംഗ്. ഇനിയും മുട്ടകളുണ്ട്. ഇവിടെ പുതിയ മുട്ട വരുന്നുണ്ട്. ഈ കാണുന്നത് റിലാക്സിങ് സൺസെറ്റ് എന്ന വെറൈറ്റിയുടെ മുട്ടകളാണ്. ഞാൻ ട്യൂബേഴ്സ് ബാക്കി വന്നതെല്ലാം കൂടി ഒരു ടബിലിട്ട് വെച്ചതായിരുന്നു. 2 ബഡ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ശിവരാത്രി ലോട്ടസിൻ്റെ ഫ്ലവറാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ വിരിഞ്ഞിട്ട് 2 ദിവസമായെങ്കിലും കളറിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. നല്ല പെറ്റൽ കൗണ്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ശിവരാത്രി. നന്നായിട്ട് പൂക്കും. ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ EOS എന്ന മൈക്രോ വെറൈറ്റി ലോട്ടസാണ്. ഇവിടെയും ബഡുണ്ട്. ഇതുണ്ട്, നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് EOS. ഇവിടെയൊക്കെ ബഡുകൾ വരുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് കിവിയാണ്. ഈ കിവിയുടെ സെക്കൻഡ് ഫ്ലവറാണ്. കിവി നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് പൂക്കൾ കിട്ടും. അതുപോലെ ട്യൂബർ കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളൊരു വെറൈറ്റി കൂടിയാണ് കിവി. ഒരു പൂവ് വെള്ളത്തിൽ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ ബഡുണ്ട്.
ഇതാണ് കിവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇനിയും കുറച്ച് വെറൈറ്റീസും കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.